ഒരിക്കൽ വന്യജീവികൾ ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികളായി പക്ഷി, മത്സ്യം, അണ്ണാൻ, നായ, മുയൽ, മറവി രോഗമുള്ള അരണ എന്നിവരാണുള്ളത്. സമ്പൂർണ്ണ ശിക്ഷണമാണ് കേട്ടോ പാഠ്യപദ്ധതി. പറക്കലുണ്ട്, നീന്തലുണ്ട്, മരം കയറലുണ്ട്, മാളങ്ങൾ ഉണ്ടാക്കാൻ എന്നിവയെല്ലാം സിലബസിലുണ്ട്. എല്ലാ വിഷയങ്ങളിലും എല്ലാവരും പരിശീലനം നേടണമെന്നത് നിർബന്ധമാണ്. പറക്കുന്നതിൽ മിടുക്ക് കാണിച്ചിരുന്ന പക്ഷിക്ക് ആ വിഷയത്തിൽ എപ്പോഴും ഉയർന്ന മാർക്ക് കിട്ടി. എന്നാൽ മാളം നിർമ്മാണം പരിശീലിക്കുമ്പോൾ പക്ഷിയുടെ കൊക്കു പൊട്ടുകയും തൂവൽ കുഴിയുകയും ചെയ്തു. മരം കയറ്റത്തിലും നീന്തലിലും പരാജയം തന്നെയായിരുന്നു ഫലം. ഇതുണ്ടാക്കിയ നിരാശ ക്രമേണ പക്ഷിയുടെ പറക്കാനുള്ള മികവിനെയും ബാധിച്ചു. അണ്ണാനാണെങ്കിൽ മരം കയറ്റത്തിൽ മുന്നേറിയപ്പോൾ നീന്തലിൽ തോറ്റുകൊണ്ടിരുന്നു. മത്സ്യം നീന്തലിൽ ഉന്നത നിലവാരം പുലർത്തി. പക്ഷേ വെള്ളത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ട് മറ്റെല്ലാ വിഷയത്തിലും തോറ്റു. കുരയ്ക്കുക എന്ന വിഷയം കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നായ ഫീസ് അടയ്ക്കാതെ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. മുയൽ മാളങ്ങൾ ഉണ്ടാക്കുന്നതിൽ മികവ് പുലർത്തിയെങ്കിൽ മരം കയറ്റത്തിൽ പരാജയപ്പെട്ടു. മാത്രവുമല്ല, മരം കയറുന്നതിനിടയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റതിനാൽ മാളമുണ്ടാക്കലിലും അവൻ്റെ പ്രകടനം മോശമായി. എല്ലാ വിഷയങ്ങളിലും ശരാശരി പ്രകടനം കാഴ്ചവെച്ച അരണ അങ്ങനെ ക്ലാസ്സിലെ ഒന്നാമനായി. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളും പരിമിതികളുമുണ്ട്. ജയിക്കാൻ തീരുമാനിച്ചാൽ ആ പരിമിതി പോലും മാറി നിൽക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷി പറക്കാൻ പഠിക്കട്ടെ. നീന്തൽ പഠിക്കുന്ന മത്സ്യത്തിന് മരം കയറാൻ കഴിവില്ലല്ലോ, അവൻ നീന്തിക്കൊണ്ടിരിക്കട്ടെ. മരം കയറുന്ന എണ്ണാനെ നീന്തൽ പഠിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് രക്ഷിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അവനവന് പറ്റുന്നത് എന്താണ്, അവനവന് കഴിയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. പരീക്ഷാകാലമായതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ചില പരീക്ഷകളിൽ, കണക്ക് പരീക്ഷയിൽ മിടുക്കനായവൻ ചിലപ്പോൾ സാഹിത്യ പരീക്ഷയിൽ അല്പം പിന്നിലായിപ്പോയി എന്നിരിക്കും. സാഹിത്യ പരീക്ഷയിൽ ഭാവനാസമ്പന്നമായ ലോകത്ത് ജീവിക്കുന്നവൻ കണക്കിൻ്റെയും ഒരുപക്ഷേ ബയോളജിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ പേപ്പറുകളിൽ പിന്നിലായി എന്നിരിക്കും. ആ കുട്ടിയെ നിങ്ങൾ വഴക്കു പറയരുത്. അവനെ പിടിച്ച് ഒന്ന് ചേർത്ത് പിടിച്ചു നിർത്തണം. അവനെ നമുക്ക് നല്ല മികച്ച ഗായകനോ മികച്ച സ്പോർട്സ് താരമോ മികച്ച ഒരു സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവനോ ഒക്കെയാക്കി മാറ്റാൻ കഴിയും.